എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം. ഇന്നെന്താണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്? ഇന്നത്തെ ചർച്ചാ വിഷയം, ഒന്നാമത്തെ ചോദ്യം, മാത്യു സാമുവൽ സാറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാത്യു സാമുവൽ സാറ് അദ്ദേഹം ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സീനിയർ ജേർണലിസ്റ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ കഴിഞ്ഞിടയ്ക്കാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഒരു 10,000 സ്വദേശിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ മൗണ്ട് ടാബോർ സ്കൂളിലൊക്കെയാണ് അദ്ദേഹം പഠിക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഡൽഹിയിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം ജേർണലിസം, പ്രത്യേകിച്ച് നാഷണൽ ജേർണലിസമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് നടക്കുന്ന സംഭവത്തെ പറ്റിയൊക്കെയാണ് അദ്ദേഹം ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാനായിട്ട് പോകുകയാണ്. കാരണം അത് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പല വീഡിയോകൾ ചെയ്തിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ചെയ്ത എല്ലാ വീഡിയോ ഒന്നും ഞാൻ കാണാറില്ല, എന്നാൽ 1-2 വീഡിയോ ഒക്കെ ഞാനൊന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം സുവിശേഷ പ്രവർത്തകരെ ഭയങ്കരമായിട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഇടയിൽ തന്നെ പലരും സുവിശേഷ പ്രവർത്തകരെ നിരുത്സാഹപ്പെടുത്തുകയും ഒരാടെ ന്യൂനതകൾ എടുത്തിട്ട് സുവിശേഷ പ്രവർത്തകരെ മുഴുവൻ താറടിക്കുന്ന നിലയിലുള്ള ഒരുപാട് വിഷയങ്ങൾ യൂട്യൂബിനകത്തൂടെയൊക്കെ അവതരിപ്പിക്കുകയും, ചിലപ്പോൾ അവർക്കത് യൂട്യൂബിനകത്തൂടെ റവന്യൂ കിട്ടുന്നുണ്ടാകാം, വ്യൂസ് കൂടുതൽ കിട്ടുന്നുണ്ടാകാം. പക്ഷേ അങ്ങനൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ സുവിശേഷ പ്രവർത്തകർ ശരിക്കും പറഞ്ഞാൽ അതായത് പഴയ പോലെയല്ല, എല്ലാവരും മടുത്തിട്ടിരിക്കുന്ന ഒരു അനുഭവം പോലാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മാത്രമല്ല, പാസ്റ്റേഴ്സിൻ്റെ തലമുറകൾ, അവരുടെ മക്കൾ ആരും സുവിശേഷ വേലയിലോട്ട് വരുന്നില്ല എന്നുള്ളതും വലിയൊരു യാഥാർത്ഥ്യമാണ്. അതിനൊക്കെ പല റീസണുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു റീസണാണ് സുവിശേഷ വേല ചെയ്യുന്നവർക്ക് വാസ്തവത്തിലൊരു പ്രോത്സാഹനമോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മാത്യു സാമുവൽ സാർ ചെയ്ത ഒരു വീഡിയോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാടൊരു പ്രോത്സാഹനമായിട്ട് മാറി. അദ്ദേഹം ജയിൽ മിനിസ്ട്രിയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന സുവിശേഷകരെയും മൊത്തത്തിൽ ഭാരതത്തിലുടനീളം സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് സുവിശേഷ പ്രവർത്തകരെ അദ്ദേഹം ശരിക്കും എൻകറേജ് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോയുടെ കണ്ടന്റ് മൊത്തം അതായിരുന്നു. അപ്പോൾ അങ്ങനെ, അതായത് പാസ്റ്റർമാരുടെ ഇടയിൽ ആണെങ്കിൽ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ വച്ച് നോക്കുമ്പം കഴിഞ്ഞ ദിവസം മാത്രമല്ല കുറേ നാളുകളായിട്ട് മാത്യു സാമുവൽ സാർ അവർ സുവിശേഷ പ്രവർത്തനത്തിലായിരിക്കുന്നവരെ ഒരുപാട് എൻകറേജ് ചെയ്യത്തക്ക രീതിയിലുള്ള വീഡിയോസാണ് അദ്ദേഹം പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയത്തില്ല. അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ പ്രോത്സാഹന വാക്കുകൾ നിമിത്തമായിട്ട് എല്ലാ മേഖലകളിലും വളർച്ചയാണ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞാണ്, പ്രോത്സാഹന വാക്കുകൾ ലഭിക്കാതെ ജീവിതത്തിൽ മുരടിച്ചു പോയവർ, അല്ലെങ്കിൽ അവരുടെ ടാലന്റുകൾ പുറത്തു വരാതെ ആരും ശ്രദ്ധിക്കപ്പെടാതെ മുരടിച്ചു പോയവർ ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷയിൽ ടോപ്പ് ലെവലിൽ എത്തുന്ന ഒരാളെ അഭിനന്ദിക്കാൻ ആരുമില്ലെങ്കിൽ ആ ഒരു വിജയം കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല, അല്ലേ? പക്ഷേ സുവിശേഷ വേലയിലാണെങ്കിൽ പോലും ഒരു പ്രോത്സാഹന വാക്കുകൾ, ഇപ്പം സാമ്പത്തികമായിട്ടൊന്നും വാരിക്കോരി തന്നില്ലെങ്കിലും ഒരു പ്രോത്സാഹന വാക്കുകൾ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അദ്ദേഹത്തിൽ മറഞ്ഞു കിടക്കുന്ന ആ ടാലന്റുകളാകട്ടെ, ആ സുവിശേഷ പ്രവർത്തനത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് ആകട്ടെ, ഇതെല്ലാം തീക്ഷ്ണമായിട്ട് അത് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ കഴിയും. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ
പ്രോത്സാഹന വാക്കുകളില്ലാതെ മുരടിച്ചു പോയ ധാരാളം പേരുണ്ട്. ഇന്ന് ഞാനിങ്ങോട്ട് വണ്ടിയിൽ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് പെൻറ്റക്കോസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട +2 കഴിഞ്ഞിട്ട് വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകുന്ന ഒരു 17 വയസ്സ് പ്രായമുള്ളൊരു ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, നമ്മുടെ സമൂഹത്തിൽ പ്രോത്സാഹന വാക്കുകൾ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ അന്യോന്യം ഐക്യതയും കാണാൻ കഴിയുന്നില്ല, ശരിയാണ് എന്നുള്ള കാര്യം കൊച്ചു കുട്ടികൾ വരെ അവർക്കത് മനസ്സിലാക്കി ആ നിലയിൽ അവർ കുറേ കാര്യങ്ങൾ എന്നോട് അത് ഷെയർ ചെയ്യുവാനായിട്ടിടയായിട്ട്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പാസ്റ്റർ ജയിൽ മിനിസ്ട്രി ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. ആ ജയിൽ മിനിസ്ട്രി ചെയ്യുമ്പോൾ പാസ്റ്റർ ഉണ്ടായ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ? പാസ്റ്റർ, ഞാൻ ഇന്നേക്ക് ഒരു 10-13 വർഷങ്ങൾക്ക് മുന്നമേയാണ് ആദ്യമായിട്ട് ജയിൽ മിനിസ്ട്രി ചെയ്യാനായിട്ട് ഞാൻ പോകുന്നത്. അതെങ്ങനെ എനിക്ക് ആ ജയിൽ മിനിസ്ട്രി ചെയ്യാൻ എൻട്രി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചങ്ങനാശ്ശേരി സൈഡിലും അവിടെ ടോമിച്ചൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്ത്, അവരുടെ ഒരു ടീമുണ്ട്, ജോയിൻ ചെയ്ത് ജയിൽ മിനിസ്ട്രിക്ക് പോയ അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. അതുകൂടാതെ അതിനൊക്കെ മുമ്പേ, 1 വർഷം മുമ്പ് വേറെ ഒരു സംഘടന വഴി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ ജയിൽ മിനിസ്ട്രിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ജയിൽ മിനിസ്ട്രിക്ക് പോകുന്ന സമയത്ത് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്, ഈ എല്ലാവരും മനുഷ്യരാണ്. അപ്പം ചില പ്രത്യേക സാഹചര്യത്തിൽ കൊലപാതകമാകട്ടെ അല്ലെങ്കിൽ മറ്റ് നിലയിലാകട്ടെ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് ഈ ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ജയിൽ മിനിസ്ട്രിക്ക് ചെല്ലുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ഹോൾ അനുവദിച്ചിട്ടുണ്ട്. ആ ഹോളിൽ ഇവരെല്ലാം വന്നിരിക്കും. അപ്പോൾ ദൈവവചനം പറയുമ്പം ഞാൻ കണ്ടിട്ടുള്ളത്, പലരും കരയുന്ന അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. കരയുന്ന അനുഭവങ്ങൾ. അപ്പോൾ ആ കരയുന്ന അനുഭവങ്ങൾ ഈ പോലീസുകാർ എത്ര അവർക്ക് അവരുടെ കുറ്റകൃത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മർദ്ദനമോ അല്ലെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ അടിയോ കൊടുത്താന്ന് പറഞ്ഞാലും, അന്ന് പോലും കൺഫസ് ചെയ്യാത്തവർ ഈ ദൈവവചനം കേട്ടപ്പം ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം പോലെ വരികയും അവർ കണ്ണുനീരോടെ ആയിരിക്കുന്ന അനേക ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പാസ്റ്റർ ഇപ്പോൾ പറയുമ്പോൾ ഞാൻ ഈ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ ഇതന്നെ ഉദ്ദേശിച്ചതാ. അപ്പം പാസ്റ്റർ ജയിൽ മിനിസ്ട്രി ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന തടവുകാരുടെ അനുഭവങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾ, പ്രതികരണം ഞാൻ പറഞ്ഞത് അതാണ്. ഇപ്പം നമ്മൾ ദൈവവചനം പറയുമ്പം ആ ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുകയും പലരും ഏറ്റുപറച്ചിലും അല്ലെങ്കിൽ ഒരു കണ്ണുനീരിൻ്റെ ഒരു സഹതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ വരുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്, ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എന്ന് പറയുന്നത് ഏത് പാപിയെയും രൂപാന്തരപ്പെടുത്തുന്നതാണ്, മാനസാന്തരപ്പെടുന്നതാണ്. അപ്പോൾ ഈ ദൈവവചനത്തിന് മാത്രമേ ഒരാളെ പുതിയൊരു അനുഭവത്തിലൂടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, ഏത് തകർന്ന മനുഷ്യനാണെങ്കിലും. അപ്പോൾ ആ നിലയിൽ 10, 13, 14 വർഷത്തിന് മുന്നമേ ജയിൽ മിനിസ്ട്രിക്കൊക്കെ പോയ അനുഭവങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ അത്ര എഫേർട്ട് ഇട്ട് പോകുന്നെങ്കിലും ആരും നമ്മളെ എൻകറേജ് ചെയ്യാൻ ആരുമില്ല. അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിന് അപ്പം നിങ്ങൾ ചെയ്യുന്ന നല്ല കോൺട്രിബ്യൂഷനാണെന്ന് പറഞ്ഞ് സാമ്പത്തികമായിട്ട് അതൊന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞ് എൻകറേജ് ചെയ്യാനോ ആരുമില്ലായിരുന്നു. എന്നാൽ ഈ ജയിൽ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള പലരെയും എൻകറേജ് ചെയ്ത വീഡിയോ ആണ് മാത്യു സാമുവൽ സാറിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം കാണാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പം ഇതാണ് ആ ജയിൽ മിനിസ്ട്രി വളരെ ബ്ലെസ്സിങ് ആണ്. അപ്പം തടവ് പുള്ളികളായിട്ട് കടന്ന പലരും പിന്നീട് അവരുടെ കാലാവധി കഴിഞ്ഞ് പുറത്തു വന്ന് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു ധാരാളം പേരുന്നുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പ്രവർത്തനങ്ങളൊക്കെ ഇന്നും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 10-13 വർഷത്തിന് മുന്നമേ ആ ജയിൽ മിനിസ്ട്രിക്ക് പോയ അനുഭവങ്ങളും ഒക്കെ ഞാനിന്ന് നന്നായിട്ട് ഓർക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാക്കാൻ കഴിയും, ഏത് ദുരിതത്തിലാകപ്പെട്ടവനാണെങ്കിലും ഏത് തകർന്ന വ്യക്തി ജീവിതത്തെയാണെങ്കിലും കർത്താവിന് ഒറ്റ നിമിഷം മതി അവരെ രൂപാന്തരപ്പെടുത്താൻ പണിത് എടുക്കാനായിട്ട്. അല്ലെ, കർത്താവിന് ഈ പറഞ്ഞ കണക്ക് ഏത് മതസ്ഥരോ ഏത് വ്യക്തിത്വങ്ങളോ ഒന്നും അല്ല, കർത്താവ് മനുഷ്യരാണ് വിഷയം. അല്ല, ഇത് മനുഷ്യരുടെ മാനസാന്തരമാണ് ദൈവം. ഏത് ഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ എല്ലാവരെയും സൃഷ്ടിച്ചേക്കുന്നത് ദൈവമാണ്, അത്യുന്നത ദൈവമാണ്.
അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് പലരും പല മേഖലയിലായിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ എന്താ പറയുക, പിന്നെ ഒരു പുതിയ വ്യക്തിജീവിതമാക്കി മാറ്റാൻ ഈ മാറ്റമില്ലാത്ത വചനത്തിന് കഴിയും. അങ്ങനെയുള്ള വ്യക്തിജീവിതങ്ങളെ ഒരു ഇസം കൊണ്ടോ ഒരു തത്വശാസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റൊന്നും കൊണ്ട് നേരെയാക്കാൻ പറ്റത്തില്ല. നേരെയാക്കാൻ ഒക്കത്തിൽ മാത്രമല്ല, ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റത്തില്ല. അതാണ് അത്രത്തോളം പവറുണ്ട് ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ നമ്മൾ അദ്ദേഹത്തെ ഒന്നുകൂടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓർക്കുവാനും സ്മരിക്കാനും സാധിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹം ശക്തമായിട്ട് വീണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ കർമ്മത്തിൽ ശക്തമായിട്ട് അദ്ദേഹം വീണ്ടും മുന്നേറി വരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. കാരണം ഈ സാറിനെ എടുത്തു പറയാൻ കാരണം അദ്ദേഹം ആരും ചെയ്യാത്ത ഒരു പ്രോത്സാഹനമായിട്ടാണ് പല വീഡിയോകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിട്ട് വേഗത്തിൽ വരാം. ഗോഡ് ബ്ലസ് യു. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഫിൻ ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.